ഇപ്പാരിൻ സൃഷ്ടിഭേഷായി വരണമതിനു നീ ബ്രഹ്മനായി വാണിമാതേ. അപ്പപ്പോൾ രക്ഷ നൽകാൻ ഭുവനജനനി നീ വിഷ്ണുവായി വിശ്വനാഥേ. മുപ്പാടും സംഹരിപ്പാൻ പുരഹരവടിവിൽ വാഴ്വതും ദേവി നീതാൻ. തൃപ്പാദം പിന്തുണച്ചിടണമിവിടെ നടസ്വാമിതൻ വാമ മെയ്യേ. ദേവീ ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ഭാഗവത ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ദേവി ഭാഗവതം നവമസ്കന്ധത്തിലെ 34-ാമത്തെ അധ്യായമാണ് നാം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. അതിൽ ബ്രഹ്മഹത്യാദി പാപങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ യമധർമ്മൻ സത്യവാന്റെ ഭാര്യയായ സതിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭാഗങ്ങൾ അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. വൈഷ്ണവരിലും ഭക്തരിലും ബ്രാഹ്മണരിലും മറ്റുള്ളവരിലും ഭേദബുദ്ധിയുള്ളവരെ ബ്രഹ്മഹത്യ ചെയ്ത പാപം നേടും. ബ്രാഹ്മണന്റെ പദാർത്ഥത്തിലും സാളഗ്രാമതീർത്ഥത്തിലും ഭേദബുദ്ധി പുലർത്തുന്നവൻ അതേമാതിരി ബ്രഹ്മഹത്യാ പാപമുള്ളവനായിത്തീരും. ശിവന്റെ നൈവേദ്യത്തിലും ഹരിയുടെ നൈവേദ്യത്തിലും ആരാണോ ഭേദബുദ്ധി പുലർത്തുന്നത് അവരെ ബ്രഹ്മഹത്യാ ദോഷമുണ്ടാവും. കൃഷ്ണനും മഹാദേവനും തമ്മിൽ ആർക്കാണോ ഈ ഭേദബുദ്ധി ഉണ്ടാവുന്നത് അവരെ ബ്രഹ്മഹത്യയ്ക്ക് തുല്യമായി തീരും. പരാശക്തിയെ ഭജിക്കുന്നതിലും അതുപോലെ ശക്തിശാസ്ത്രത്തിലും ദ്വേഷബുദ്ധി വയ്ക്കുന്നവൻ ബ്രഹ്മഹത്യ പാപത്തിന് തുല്യമായ പാപിയായിത്തീരും. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം പിതൃദേവ അർച്ചനം ചെയ്യാതിരിക്കുന്നവൻ നിഷിദ്ധകർമ്മങ്ങൾ ആചരിക്കുന്നത് കൊണ്ട് ബ്രഹ്മഹത്യാപാപം അനുഭവിക്കും. ഭഗവാനും അദ്ദേഹത്തിന്റെ മന്ത്രോപാസകനെയും നിന്ദിക്കുന്നതായിട്ടുള്ള, അതായത് മഹാത്മാക്കളെയും നിന്ദിക്കുന്നവരായിട്ടുള്ളവര് അവരെല്ലാവരും ബ്രഹ്മഹത്യാപാപത്തിന് വിധേയരായിത്തീരും. ദേവിയെ നിന്ദിക്കുന്നവരെ സർവശക്തി സ്വരൂപിണി മൂലപ്രകൃതിയായിരിക്കുന്നതായിട്ടുള്ള ജഗജ്ജനനിയെ, എപ്പോഴും വന്ദനീയായിട്ടുള്ള ഭുവനേശ്വരിയെ നിന്ദിക്കുന്നത് ബ്രഹ്മഹത്യാപാപത്തിന് തുല്യമാണ്. കൃഷ്ണജന്മാഷ്ടമി, ശ്രീരാമനവമി, പുണ്യപ്രദമായിട്ടുള്ള ശിവരാത്രി, ഏകാദശി, രവിവാരം എന്നീ 5 പുണ്യവ്രത ദിനങ്ങൾ ആചരിക്കാത്ത മനുഷ്യൻ ചണ്ടാളന്മാരായ പാപികളാവുന്നു എന്നാണ് പറയണത്. അതും ബ്രഹ്മഹത്യാ പാപത്തിന് സമമാണ് എന്ന് പറയണു. അതേമാതിരി ഗുരുവിനെ, മാതാവിനെ, പിതാവിനെ എല്ലാം, സ്വന്തം ഭാര്യയെ, പതിവ്രതയായ ഭാര്യയെ, പുത്രനെ, പുത്രിയെ ഒന്നും സംരക്ഷിക്കാത്തവന് മഹാപാതകിയാണ്. ബ്രഹ്മഹത്യാപാപങ്ങൾക്ക് തുല്യമാണ്. വിവാഹം ചെയ്യാത്തവനും പുത്രനെ കാണാൻ ഭാഗ്യം ലഭിക്കാത്തവനും ഹരിഭക്തിയില്ലാത്തവനുമായ മനുഷ്യൻ ബ്രഹ്മഹത്യാപാപം ലഭിക്കും. അതേമാതിരി ഹരിയുടെ നൈവേദ്യവും മഹാദേവന്റെ നൈവേദ്യവും ഭുജിക്കാത്തവൻ ബ്രഹ്മഹത്യാപാപത്തിന് തുല്യനായിത്തീരും. ഗോവിനെ, പശുവിനെ അടിക്കുന്നവനും അതേമാതിരി വിപ്രനെയും ഗോവിനെയും ദ്രോഹിക്കുന്നവനും ഒക്കെയാണെങ്കിൽ ഗോഹത്യാപാപം ലഭിക്കും അവന്. വടികൊണ്ട് പശുവിനെ അടിക്കുന്ന മൂഢനും കാളപ്പുറത്തേറി നടക്കുന്ന വിപ്രനും ദിനംതോറും ഗോവധത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. പശുക്കൾക്ക് അവരവർ കഴിച്ച ആഹാരത്തിന്റെ എച്ചിൽ കൊടുക്കുന്നവനും ഇതേ ഫലമാണ് ഉണ്ടാവുക. ദാസിയുടെ ഭർത്താവിനെ കൊണ്ട് യാഗം ചെയ്യിക്കുന്നവനും അവന്റെ അന്നം ഭുജിക്കുന്നവനുമായിട്ടുള്ള മനുഷ്യന് പാപം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. കാലുകൊണ്ട് തീയിൽ ചുവട്ടുക, കാലുകൊണ്ട് പശുവിനെ തൊഴിക്കുക, കുളിച്ചിട്ട് കാല് കഴുകാതെ ക്ഷേത്രത്തിൽ കടക്കുക, ഇതൊക്കെ ഗോഹത്യാപാപത്തിന് തുല്യമാണ് എന്ന് പറയുന്നുണ്ട്. കാലിൽ എണ്ണ പുരട്ടിക്കൊണ്ട് ഉണ്ണുക, ഉറങ്ങുക, സൂര്യനുദിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ ഗോഹത്യാപാപത്തിന് കാരണമായിത്തീരുന്നു പറയുന്നുണ്ട്.
ഭർത്താവും സന്താനവും ഇല്ലാത്തവളും വ്യഭിചരിച്ച് ജീവിക്കുന്നവളുമായിട്ടുള്ളവര്, ത്രിസന്ധ്യാസമയത്ത് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നവര്, ഇവരൊക്കെ ഗോഹത്യാഭാവം ലഭിക്കുന്നു പറയുന്നു. പരമേശ്വരനായ പതിയിലും ദേവനിലും ഭേദബുദ്ധി കാട്ടുന്നവര് ഗോഹത്യാഭാവം അവർക്ക് ലഭിക്കുന്നു പറയുന്നു. അതേമാതിരി പശുക്കളെ മുതലായിട്ടുള്ള മൃഗങ്ങളെ മേയുന്ന സ്ഥലത്ത് ആ ഗോക്കൾക്ക് ഭക്ഷിക്കാൻ കഴിയാതെ തടസ്സം സൃഷ്ടിക്കുന്നവൻ ഗോഹത്യാപാപം ഉണ്ടാക്കുന്ന പറയണത്. രാജകോപം ദൈവകോപം വകവയ്ക്കാതെ ഗോക്കളെ രക്ഷിക്കാതെ കണ്ടിരിക്കുന്നവൻ മുതലായിട്ടുള്ളവരൊക്കെ ഗോഹത്യാഫലത്തിന് വിധേയരാകേണ്ടതായിട്ടുള്ളവരും, പ്രാണികളെയും ദേവീവിഗ്രഹത്തെയും അഗ്നി, ജലം, അതേമാതിരി നൈവേദ്യങ്ങള്, പുഷ്പം, ഇതൊക്കെ മറികടക്കുന്നവൻ, ചവിട്ടുന്നവൻ, തിരസ്കരിക്കുന്നവൻ, അവനൊക്കെ ഗോഹത്യാഫലം ലഭിക്കുന്ന പറയണത്. ഇപ്പം ഇതെന്താ, ഈ ഒരു ഭാഗം ഒന്ന് പറയാം. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തീർത്ഥമൊക്കെ മേടിക്കുമ്പോൾ, പ്രസാദം മേടിക്കുമ്പോൾ അതൊക്കെ വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ മേടിക്കണ്ട. മേടിച്ചില്ലെങ്കിൽ പാപമൊന്നുമില്ല. പക്ഷെ അതിനെ മേടിച്ച് പകുതി തീർത്ഥം കഴിക്കുക, പകുതി തീർത്ഥം താഴത്ത് ഒഴിക്കുക. അതൊഴിക്കുന്നത് നമ്മുടെ കാലിലോ മറ്റുള്ളവരുടെ കാലിലോ വീഴും. അതേമാതിരി സാധാരണ സ്ത്രീകളിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താ, ഈ അമ്പലത്തിൽ നിന്നും മറ്റുമൊക്കെ അല്ലെങ്കിൽ സപ്താഹമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തുളസിയോ ദേവനർത്തിച്ച പുഷ്പങ്ങളോ പ്രസാദമായിട്ട് തരും. അതിനെ എടുത്ത് അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മുടിയിൽ തിരുകും. വിരോധമൊന്നുമില്ല. പക്ഷേ അവരുടെ മുടിയിലൊന്നും ഈ പുഷ്പം നിൽക്കില്ല, വെറും ഇതളുകൾ മാത്രമാണ്. അതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിങ്ങോട്ട് തിരിയുമ്പോഴേക്കും അവിടെ എവിടെയെങ്കിലും വീഴും. വീണു എന്ന് പറഞ്ഞാൽ അവനവനും ചവിട്ടും, മറ്റുള്ളവരും ആ പുഷ്പങ്ങളെയൊക്കെ ചവിട്ടാൻ കാരണമായിത്തീരും. അതേമാതിരി പ്രസാദങ്ങൾ, ചന്ദനം മുതലായത്, കുങ്കുമം മുതലായത് മേടിച്ചിട്ട് കുറച്ച് തൊടും, ബാക്കിയുള്ളത് കൈയങ്ങനെ തട്ടും, പ്രസാദമൊക്കെ അവിടെ വീഴും, ആരെങ്കിലും ചവിട്ടും. ഇപ്രകാരമൊന്നും ചെയ്യരുത് എന്ന് പറയുകയാണ്. അത് ചെയ്താൽ അത് നമുക്കും ദോഷമാണ്. പിന്നെ അത് ചവിട്ടുന്നവർക്കൊരു ദോഷം നമ്മളുണ്ടാക്കി കൊടുക്കണു എന്ന കാരണം കൊണ്ട് അതും നമുക്ക് ദോഷമാണ്. ഇതൊക്കെ ഈ ഗോഹത്യാഫലം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ എന്താപ്പത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കും, നമ്മൾ പറയും പലപ്പോഴും, ഞാനും എന്ന് അമ്പലത്തിൽ പോകണു, പൂജ ചെയ്യണു, ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഞാനൊരു ദുഷ്കർമ്മങ്ങളും ചെയ്യണില്ലല്ലോ, പിന്നെ എനിക്കെങ്ങനെയാണ് ഈ പാപങ്ങളൊക്കെ വന്നു ചേരുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അറിയാതെ നമ്മളിൽ നിന്നും പറ്റിപ്പോകുന്നതാണ്. പക്ഷേ പാപം എന്നുള്ളത് നമ്മൾ അറിഞ്ഞു ചെയ്തുവോ അറിയാതെ കണ്ട് ചെയ്തുവോ, വിഷം കഴിച്ചാൽ അറിഞ്ഞു കുടിച്ചോ അറിയാതെ കുടിച്ചോ എന്നൊന്നും അവിടെ ഇല്ലല്ലോ, അതതിൻ്റെ ഫലം ചെയ്യും. അതേമാതിരി ഔഷധം അറിഞ്ഞു കുടിച്ചോ അറിയാതെ കുടിച്ചോ അതിൻ്റെ ഫലം ചെയ്യും എന്നതുമാതിരി ഇതൊക്കെ അറിഞ്ഞു ചെയ്തോ അറിയാതെ കണ്ട് ചെയ്തോ ഇതൊക്കെ നമുക്ക് പാപഫലങ്ങളെ തരുന്നാണ് പറയണത്. അങ്ങനെയുള്ള പല പാപഫലങ്ങളെയും ആണ് ഈ അധ്യായത്തിൽ ദീർഘമായിട്ട് ഇനി ബാക്കിയുള്ള കുറേ ശ്ലോകങ്ങളിൽ കൂടി ഇവിടെ പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഇന്ന് അങ്ങനെ കുറേ നരകത്തിലേക്ക് പോകുന്നതായിട്ടുള്ള കാര്യങ്ങളെയെല്ലാം അവിടെ പറഞ്ഞിട്ട് പറയാണ്, ഇനി മറ്റ് നരകങ്ങളിൽ വീഴുന്നവരാരെല്ലാമാണ് എന്ന് പറയാൻ കേട്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ 34-ാമത്തെ അധ്യായം ഇവിടെ പരിസമാപിക്കുന്നത്. മറ്റ് നരകങ്ങളെക്കുറിച്ചുള്ള വർണ്ണനകൾ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.